ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും അറിയാം, ഞാൻ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ വ്ളോഗായിട്ടൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യുന്നു, വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇന്ന് ജസ്റ്റ് ഒന്ന് സിറ്റി വരെ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വ്ളോഗായിട്ട് ഇടാം എന്നൊരു മൈൻഡിലാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ഫ്രഷായി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സെറ്റാക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എന്തായാലും എവിടെയും പോകാമെന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആഫ്റ്റർനൂൺ ഇറങ്ങാം എന്നൊരു മൈൻഡിലായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇന്ന് വന്നിട്ടുള്ളത് ഇടിയപ്പം, പൊറോട്ട, അതുപോലെ തന്നെ ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അത് മൂന്നും ഞങ്ങൾ കഴിച്ചു. ഏതൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയാലും അവർക്ക് പ്രൊജക്റ്റ് എന്നുള്ളത് ഒരു മെയിൻ റീസൺ തന്നെയാണ്. സോ ഞങ്ങളിന്ന് പോകുന്നത് അത് തന്നെയാണ്, പ്രൊജക്റ്റിൻ്റെ സാധനങ്ങൾ മേടിക്കുക എന്നൊരു പ്രയോറിറ്റി കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതിയെ സിറ്റിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ KSRTC ബസ് തന്നെയാണ് ചൂസ് ചെയ്തത്. KSRTC ബസ്സിൽ ഞങ്ങൾ പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ പോകുന്നത് പത്മനാഭ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. കമ്പോണൻസ് കിട്ടുന്ന ഒരു കടയുണ്ട്, ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഫൈനലി കമ്പോണൻസ് എല്ലാം കിട്ടി. ഹാപ്പി ആയിരുന്നു എല്ലാവരും. കമ്പോണൻസ് എല്ലാം കിട്ടിയതിൻ്റെ ഹാപ്പിനെസ്സാണ്. പിന്നെ എന്തായാലും കമ്പോണൻസ് മേടിച്ചെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എവിടെയെങ്കിലും സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തായാലും ബോളി കഴിക്കുക എന്നുള്ളത് ഒരു മെയിൻ എയിം തന്നെ ആയിരുന്നു. അപ്പം ബോളി കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു മഹാബോളി പറഞ്ഞ ഷോപ്പിൽ ഞങ്ങൾ കയറി. ഭയങ്കര ടേസ്റ്റായിരുന്നു ബോളി. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം എന്തായാലും ട്രിവാൻഡ്രം പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ബോളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് ബോളിയെല്ലാം കഴിച്ച്. പിന്നെ അവിടെ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏത് ഹോട്ടലായാലും ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ സ്റ്റാൻഡ് ഫുൾ ടൈം നിന്നിട്ടാണ് കഴിച്ചത്. പക്ഷെ അത് വേറൊരു വൈബ് തന്നെയായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ 6 പേരും കൂടെ ബോളിയെല്ലാം കഴിച്ച്. അവിടുത്തെ സ്വീറ്റ്സും അതുപോലെ തന്നെ സ്നാക്സും എല്ലാം വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ട്രിവാൻഡ്രം പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ആ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുക. ഇത് വരുന്നത് പത്മനാഭ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. മഹാബോളി എന്നാണ് ഷോപ്പിൻ്റെ നെയിം. അവിടെ എല്ലാ സ്നാക്സും തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ വീണ്ടും നടത്തം സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ മെയിൻ ആളായിട്ടുള്ള കമ്മലിൻ്റെ ഷോപ്പ് കണ്ടത്. ഒരുപാട് ഷോപ്സ് ഉണ്ട് അവിടെ. വെറൈറ്റി കമ്മൽ, ഫാൻസി ഐറ്റംസ്, അതുപോലെ തന്നെ ഡ്രസ്സ് എല്ലാം വരുന്നത്. സോ കമ്മൽ കണ്ടപ്പം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത്. പിന്നെ പോകുന്നത് പത്മനാഭ ക്ഷേത്രത്തിലേക്കാണ്. പത്മനാഭ ക്ഷേത്രത്തിൽ കയറിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത്, പത്മനാഭ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഫുൾ ഭാഗവും ഒന്ന് ജസ്റ്റ് ചുറ്റിയടിച്ച് വന്നു. അങ്ങനെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എൻ്റെ തമ്മനയിൽ നോക്കിയാൽ കാണാം, അതെല്ലാം അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഈ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഗാന്ധി പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയിട്ട് പോകാമെന്നുള്ള മൈൻഡിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നിട്ടൊരു ബ്രിഡ്ജെല്ലാം കടന്നിട്ടാണ് അവിടെ എത്തേണ്ടത്. കുറച്ചേ നടക്കാനുള്ളൂ. ഈ സ്ഥലങ്ങളെല്ലാം അവിടെ അടുത്തടുത്ത് തന്നെയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ നടത്തം സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ഇതാണ് പത്മനാഭ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമായിട്ട് വരുന്നത്. ഈ വൈറ്റ് ബ്ലോക്ക് പോലത്തെ കാണുന്ന ഭാഗമാണ്, അതാണ് പത്മനാഭ ക്ഷേത്രത്തിൻ്റെ ഫസ്റ്റ് ഭാഗം. സോ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഗാന്ധി പാർക്ക്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് പോയിട്ട് തിരിയാം എന്നൊരു മൈൻഡിലാണ് പോയത്. അവിടെ നല്ല രസമാണ് കാണാൻ. അതുപോലെ തന്നെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാം നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർക്കൊക്കെ ജസ്റ്റ് ചുറ്റിയടിച്ച് അങ്ങനെ കറക്റ്റ് നമ്മൾ എല്ലാ പ്ലേസസും കണ്ടതിന് ശേഷം തന്നെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ബൈ.